Good morning. Today I am starting with a new chapter, dividend policy. Actually, capital structure വേറൊരു പാർട്ടാണ് the term EPS. EPSൽ നിന്നാണ് ഡിവിഡൻറ്റ് ഉണ്ടാവുന്നത്. And always there must be a connection on what you study. നിങ്ങൾ പഠിക്കുന്ന ഓരോ കാര്യത്തിലും കണക്ഷൻ ഉണ്ടാവണം. EPS എന്ന് പറഞ്ഞ സാധനം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്. എന്താ രണ്ടെണ്ണം? ഒന്ന് ഡിവിഡൻറ്റാണ്, ഡിവിഡൻ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണു. ബാക്കി എന്താ? ദാറ്റ് ഈസ് റീറ്റെയിൻഡ്. ക്ലിയർ? അപ്പോൾ ഇ പി എസിനെ നമ്മൾ രണ്ട് കൺസെപ്റ്റിലാണ് എടുക്കുന്നത്. ഇ പി എസ് ഇസ് ഡിവൈഡഡ് ഇൻ ടു ടു. വൺ ഇസ് ഡിവിഡൻറ്റ് ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് റീറ്റെയിൻ ഏർണിങ്സ്, റൈറ്റ്? ഓർ പ്ലവിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്. Clear? So what is dividend is being discussed here, the importance of dividend. So dividend refers to that part of the profit distributed by the company, ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, to its shareholders. To be complete, you must say that part of the profit which is distributed among its shareholder. Or you can say that it is a reward for the shareholders. അല്ലേ? എപ്പോഴും ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ഇൻട്രസ്റ്റ് എന്താവും? Investors always will be interested to get the maximum rate of earnings that for their investment, right? What will be the interest of the company? The company means കമ്പനിക്ക് എന്താവും ഇൻട്രസ്റ്റ്? അവർക്ക് അവരുടെ ഫേമിലെ മുഴുവൻ ഡിവിഡൻ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുമോ? ഇല്ല. They will be going for the growth or expansion, and they will always feel like retaining something for the upcoming projects. Clear? സോ അത് തമ്മിൽ എപ്പോഴും ഒരു കോൺട്രാഡിക്ഷൻ ഉണ്ട്. ഷെയർ ഹോൾഡേഴ്സിന് കിട്ടണം എന്നുള്ളതും കമ്പനിക്ക് ലോങ് ടേം ഗ്രോത്തിനും ഫിനാൻസ് ചെയ്യണം എന്നുള്ളതും. ക്ലിയർ? സോ ഒരു കമ്പനി കംപ്ലീറ്റ് ആയിട്ട് പേ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദെയർ ഒരു ബിസിനസ് റിക്വയർമെൻറ്റ് വന്ന അവരുടെ അവസ്ഥ എന്താ? ആൻഡ് വിത്ത് റിഗാർഡ് ടു ഫർദർ എക്സ്പാൻഷൻ, ഹൗ ഇറ്റ് വിൽ ബി? ഫർദർ എക്സ്പാൻഷൻ വരുമ്പോൾ എന്താ ഉണ്ടാവുക? അവർക്ക് വേറെ ഡെപ്റ്റ് അല്ലെങ്കിൽ വേറെ ഷെയർസ് ഇഷ്യൂ ചെയ്യേണ്ടി വരും, വേറെ ഫണ്ടിന് വേണ്ടി വേറെ സ്ഥലം ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ക്ലിയർ? സോ ഡിവിഡൻഡ് പോളിസി എന്ന് പറയുമ്പോൾ ഇറ്റ് എഫക്ട്സ് ബോത്ത് ലോങ് ടേം ഫിനാൻസിങ് ആൻഡ് വെൽത്ത് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്. രണ്ടിനെയും എഫക്റ്റ് ചെയ്യണ കാര്യമാണ്. ക്ലിയർ? സോ ഫേമിൻ്റെ ഡിസിഷൻ എപ്പോഴും ഡിവിഡൻഡ് കൊടുക്കണം എന്ന് തന്നെയാവും, ബട്ട് ഇറ്റ് ഷുഡ് ബി ഇൻ ഇക്വിറ്റബിൾ പ്രോസസ് ആൻഡ് സം എമൗണ്ട് ഷുഡ് ബി റീറ്റെയിൻഡ് ഇൻ ദ ബിസിനസ്. ക്ലിയർ? അപ്പോൾ ആൻഡ് മോർ ഓവർ ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഡിവിഡൻഡ് ഇസ് എ റൈറ്റ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ്. ക്ലിയർ? സോ ദേ ഓൾവേസ് നീഡ് എ ഫെയർ എമൗണ്ട് ഓഫ് ഡിവിഡൻഡ്, ബട്ട് സോ കൺസിഡറബിളി ഡിവിഡൻഡ് മസ്റ്റ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് അറ്റ് എ നോമിനൽ റേറ്റ് and retain the rest for its growth and survival. That is an equitable policy that each company must adopt. But here ഡിവിഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഡിവിഡൻറ്റും വാല്യുവേഷൻ ഓഫ് ദ ഫേമും തമ്മിൽ ഭയങ്കര റിലേഷനാണ്. കാരണം വളരെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ പഠിച്ചില്ലേ? ആ ക്യാപിറ്റൽ സ്ട്രക്ചർ പഠിച്ച പോലെ തന്നെയാണ് ഡിവിഡൻറ്റിൻ്റെ ഡിസിഷൻസ് പറയുന്നത്. ചില ആൾക്കാർ ആർഗ്യൂ ചെയ്യുന്നുണ്ട് ദാറ്റ് ഡിവിഡൻറ്റ് ഇസ് ഇറെലവൻറ്റ്. അതായത് നമ്മളെപ്പോഴും പറയുക എങ്ങനെയാണ്? സപ്പോസ് യു ആർ എൻ ഇൻവെസ്റ്റർ, യു വിൽ ബി ഇൻട്രസ്റ്റഡ് ടു ഇൻവെസ്റ്റ് ഇൻ എ കമ്പനി ഓൺലി ഇഫ് ദേ ആർ പ്രൊവൈഡിങ് യു സം ഇക്വിറ്റബിൾ ഡിവിഡൻറ്റ്, അല്ലേ? നമ്മളുടെയൊക്കെ ഇൻട്രസ്റ്റ് അങ്ങനെ ആയിരിക്കും. സോ വാട്ട് യു ഫീൽ ഇസ് ദാറ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ, ഹൈ ഡിവിഡൻറ്റ് കൊടുക്കുന്ന കമ്പനിക്ക് വാല്യൂ കൂടും, അല്ലേ? മാർക്കറ്റ് പ്രൈസ് അവരുടെ ഇൻക്രീസ് ആവും. കാരണം നമ്മൾ ഒരു നോർമൽ പെർസ്പെക്റ്റീവിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ, ഡിവിഡൻറ്റ് കൂടുതൽ കൊടുക്കുമ്പോൾ നോർമലി ദ ഡിമാൻഡ് ഓഫ് ദ കമ്പനി ഇൻക്രീസസ്. When the demand of the company increases, many persons will come forward to get an investment in the company. അപ്പോൾ obviously അവരുടെ ഷെയറിൻ്റെ ഡിമാൻഡ് കൂടും, മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ കമ്പനി സ്റ്റാർട്ട്സ് ഇൻക്രീസിങ്. ക്ലിയർ? ദിസ് ഈസ് ദ കോമൺ സെനാരിയോ. ഡിമാൻഡ് ആൻഡ് സപ്ലൈ കണ്ടീഷൻസിനനുസരിച്ച് വർക്ക് ഔട്ട് ആകുമ്പോൾ ഒരു കോമൺ സെനാരിയോ. അതുകൊണ്ട് തന്നെ ഡിവിഡൻഡ് പേ ഔട്ട് ചെയ്യണതും വാല്യൂ ഓഫ് ദ ഫേമും തമ്മിലൊരു ഡയറക്റ്റ് റിലേഷൻ ഉണ്ട് എന്നുള്ളതാണ് ജനറൽ പബ്ലിക്കിൻ്റെ ഒരു assumption, but there are conflicts with regard to that. Clear? അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ പഠിച്ച പോലെ തന്നെ ഡിവിഡൻഡ് ഇസ് ഹൈലി ഇറെലവൻറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ ഇസ് ഹൈലി റെലവൻറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇറെലവൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിവിഡൻഡ് കൊടുത്താലും ഇല്ലെങ്കിലും മാർക്കറ്റ് പ്രൈസ് വിൽ റിമെയിൻ ദ സെയിം എന്നാണ് ഈ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആർഗ്യൂ ചെയ്യുന്നത്. ക്ലിയർ?
And the other group of persons, they argue that the dividend in turn affects the value of the firm. ഡിവിഡൻറ്റ് കൊടുക്കുന്നതും ഇല്ലാത്തതുമായ ഡിസിഷൻ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കുന്നു എന്നാണ് അതർ പേഴ്സൺസ്. ആൻഡ് വി ആർ ഗോയിങ് ടു സീ ഈച്ച് ആൻഡ് എവറി തിയറി ഇൻ ഡീറ്റെയിൽ. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? സോ ഇറലവൻസ് കൺസെപ്റ്റിലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇറലവൻസ് കൺസെപ്റ്റ് രണ്ട് ആർഗ്യുമെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ രണ്ട് അപ്രോച്ചാണ് ഇറലവൻസ് കൺസെപ്റ്റിൽ, or theory of irrelevance. It is also known as theory of irrelevance. The first one is residual approach, and second is again the same person. നമുക്ക് എപ്പോഴും തലവേദനയായിട്ടുള്ള that same person has come who is dealing with approach. Modigliani Miller. Clear? Modigliani Miller capital structureലും irrelevance തന്നെയാണ് കൊണ്ടുവന്നത് അല്ലേ? ലേറ്റർ അയാൾ റെലവൻറ്റ് ആവാൻ കാരണം എന്താ? when taxes was there. അപ്പോൾ ഇവിടെയും ഒരു കാര്യം മനസ്സിലാക്കണം, ടാക്സസ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഹിയർ. ടാക്സ് ഇല്ലാത്ത അവസ്ഥയിലാണ് പറയണത് ഇറ്റ് ഈസ് സ്ട്രിക്ട്ലി ഇറലവൻറ്റ് എന്ന് പറയണത്. സോ രണ്ട് അപ്രോച്ചാണ്. ലെറ്റ് us see the residual approach first. ക്ലിയർ? റെസിഡ്വൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അതൊരു വെറും തിയററ്റിക്കൽ അപ്രോച്ചാണ്. ഇതാണ് തുടക്കത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഞാൻ പറയാം, ഇപ്പോൾ ഒരു ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ വെൽത്ത് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നാണ് ഈ തിയറിയിൽ പറയണത്. ക്ലിയർ? കാരണം ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഭാവിയിൽ കിട്ടാൻ പോകുന്ന അവരുടെ ഇൻകം. അത് ആ വെൽത്തിനെ ഡിപ്പെൻഡ് ചെയ്യണ രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യണ മെയിൻ ഫാക്ടർ EPS ആണ്. ഈ EPS ഫുൾ ആർക്ക് അവകാശപ്പെട്ടതാ? എവറിത്തിങ് ഹാസ് ടു ബി റിസീവ്ഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ടതാണ്. ഇപ്പോൾ റെസിഡ്യുവൽ അപ്രോച്ച്, റെസിഡ്യൂ എന്ന് പറഞ്ഞ ടേം എന്താ? വാട്ട് ഈസ് റെസിഡ്യൂ? ദിസ് ഡിവിഡൻഡ് ഇസ് ജസ്റ്റ് എ റെസിഡ്യൂ ഓഫ് വാട്ട് ഈസ് നോട്ട് പെയ്ഡ്, or you can say that the retained earnings is just a residue of what is paid as dividend. ഡിവിഡൻറ്റിൻ്റെ ഒരു റെസിഡ്യൂ ആണ് ഈ റീറ്റെയിൻ ഏർണിങ്സിൻ്റെ ഒരു റെസിഡ്യൂ ആണ് ഡിവിഡൻറ്റ്. ഇത് നാളെ ആർക്ക് അവകാശപ്പെട്ടതാ? ഇന്ന് കൊടുത്തിട്ടില്ലെങ്കിലും അത് നാളെ പിന്നെ ഇവർക്ക് തന്നെ ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ടതാണ് അല്ലേ? അപ്പോൾ ഇത്രേ പറയുള്ളൂ. ഏർണിങ്സ് ഒന്നുകിൽ ഡിവിഡൻഡായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ റീറ്റെയിൻ ചെയ്യാം. റീറ്റെയിൻ ചെയ്യണത് എന്തിനാ? ഇറ്റ് ഈസ് ഫോർ റീഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ബിസിനസ് അല്ലേ? സോ ഈ റീഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ദ ബിസിനസ് ആണ്. ഫണ്ട് നമ്മുടെ ബിസിനസ്സിന് ആവശ്യമില്ല വെച്ചാൽ വീണ്ടും അത് ഡിവിഡൻഡായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. Clear? So decision it to pay a dividend or to retain earnings, it can be told as it is just a residual decision. It is just a residual decision. Because there is no differentiation between dividend കൊടുത്താലും റീറ്റെയിൻ ചെയ്താലും ഇൻവെസ്റ്റേഴ്സിന് ഒരു ഡിഫറൻസും ഇല്ല. കാരണം ഇന്ന് മാറ്റി വയ്ക്കുന്ന എമൗണ്ട് നാളെ അവർക്ക് തന്നെ അവകാശപ്പെട്ടതാണ്. ക്ലിയർ? ആൻഡ് ഇന്ന് മാറ്റി വയ്ക്കുന്ന എമൗണ്ട് നാളെ ഹയർ റേറ്റ് ഓഫ് റിട്ടേൺ ആയിട്ട് അവർക്ക് അവകാശപ്പെട്ടിട്ടുള്ളതാണ്. സോ ഡിവിഡൻഡ് കൂടുതൽ കൊടുത്തതുകൊണ്ട് ദർ ഇസ് നോ ചേഞ്ച്. ക്ലിയർ? സോ ആ ഒരു ഇതാണ് പറയണത്. ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല വെച്ചാൽ പിന്നെ അവർക്ക് ഗ്രോത്ത് ഇല്ല. സോ ഒരു ഫേം റീറ്റെയിൻ ചെയ്യണം, പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇവർ കൺക്ലൂഡ് ചെയ്യണത് ഇത്രയാണ്: ദിസ് ഡിവിഡൻഡ് ഹാസ് ടു ബി ട്രീറ്റഡ് ആസ് ജസ്റ്റ് എ റെസിഡ്യൂ ഓർ വാട്ട് ഇസ് നോട്ട് പെയ്ഡ്, ആൻഡ് ദിസ് EPS retained earnings has to be treated as just a residue of what is paid, and these two shall go for the investor one day as wealth. അപ്പോൾ അതുകൊണ്ട് അത് ഒരിക്കലും മാർക്കറ്റ് പ്രൈസിനെ എഫക്റ്റ് ചെയ്യില്ല. ആ ഡിസിഷൻ, that decision to pay the dividend does not affect the market value of firm at any cost, because both residues are to be given to the investor one day. Clear? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഡിസിഷൻ. ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ റീറ്റെയിൻ ചെയ്യുക, ഫണ്ട് ആവശ്യമില്ലെങ്കിൽ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുക. ദിസ് ഇസ് നോട്ട് എൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ. ഈ ഒരു ഡിസിഷൻ ഹൈലി ഡിവിഡൻഡ് കൊടുക്കാനുള്ള ഡിസിഷൻ ഹൈലി ഇറലവൻറ്റാണ്. അതായത് കൊടുത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണവും ഇല്ല ദോഷവും ഇല്ല. അതായത് നാളെ ഈ ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ട വെൽത്ത് നാളെ അവർക്ക് കൊടുത്താലും ഇല്ലെങ്കിലും വന്നു ചേരും. ക്ലിയർ? സോ ബെസ്റ്റ് എന്ന് പറയണത് അപ്പോഴത്തെ ഫണ്ടിൻ്റെ റിക്വയർമെൻറ്റോ ആവശ്യത്തിന് അനുസരിച്ചിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് നല്ലത്. അല്ലാതെ ഡിവിഡൻഡ് കൊടുത്തതുകൊണ്ട് പെട്ടെന്ന് ഒരു ഇൻക്രീസ് വാല്യൂ ഓഫ് ദ ഫേമിൽ ഉണ്ടാവാനുള്ള സാഹചര്യം ഇല്ല.
ഡിവിഡൻഡ് കൊണ്ട് മാത്രം ഒരു കാര്യം സംഭവിക്കുന്നില്ല. ദെയർ ആർ മെനി അതർ ഫാക്ടേഴ്സ് ഓൾസോ which decides about the value of the firm. Is it clear what I am telling? So this is a highly important concept. So verum theoretical മാത്രമേ ഉള്ളൂ. There is no formula, there is no problem with regard to this. തുടക്കമാണ്, ഒരു ഡിവിഡൻഡ് തിയറിയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്തതെന്ന്. ക്ലിയർ? ആൻഡ് next class we can start with the MM approach, which is a very pretty large one and which is regarded as one of the important approaches. MM approach ഉണ്ട്. അത് കഴിഞ്ഞ റെലവൻസ് കൺസെപ്റ്റ് ആണ്. റെലവൻസ് കൺസെപ്റ്റിൽ 2 അപ്രോച്ചാണ് ഉള്ളത്. വൺ ഇസ് വാൾട്ടർ ആൻഡ് അതർ വൺ ഇസ് ഗോർഡൻ. ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. കുറച്ച് പ്രോബ്ലം ഈ ഒരു പാർട്ടിലുണ്ട്. ദിസ് ചാപ്റ്റർ ഇസ് വെരി സ്മോൾ. ഡിവിഡൻഡ് പോളിസി കുറച്ച് സ്മോൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഇത് നമുക്ക് ഈ ആഴ്ച തന്നെ മിക്കവാറും തീർത്തിട്ട് we shall go for the working capital session, which is a bit large. ഒരു ഒറ്റ മോഡ്യൂളാണ് ഉള്ളത് വെച്ചാലും ആ മോഡ്യൂൾ കുറച്ച് വലിയ മോഡ്യൂളാണ്. ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? അപ്പോൾ ഒന്ന് കൃത്യമായിട്ട് ഫോളോ അപ്പോട് കൂടിയിട്ട് പഠിക്കുക. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.